വർഷം 1977 കോട്ടയം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ ഒരു മരണം സംഭവിക്കുകയാണ്. ദുരൂഹ സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയി ആ സമയത്ത്. കാരണം ഇതിൻ്റെ കാരണം തിരക്കി പോയപ്പോൾ പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ട് കൂട്ടർ തമ്മിൽ നടത്തിയ ബെറ്റാണ്. അപ്പോൾ ആ മോർച്ചറിയിൽ പ്രേതമുണ്ടെന്ന് ഒരു പറ്റം ആളുകൾ വിശ്വസിക്കുന്നു, കുട്ടികൾ. മറ്റൊരു വശം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രേതമില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇത് സംഭവം വാക്ക് തർക്കമായി, ഇഷ്യൂ ആയി. അങ്ങനെ ആ സമയത്ത് രണ്ടുപേരിലും ഓരോ ലീഡർ കാണുമല്ലോ. ഓക്കെ, ഒരു പറ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രേതമുണ്ട്, മറ്റേവർ പറയുന്നത് പ്രേതമില്ല. പ്രേതം അവിടെ ഇല്ല എന്ന് പറയുന്ന ആൾ പറയുന്നു, എന്താ നീ ഒരു കാര്യം ചെയ്യും. മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, മെയിനായിട്ട് ലീഡ് കാണുമല്ലോ, അടുത്ത് പറഞ്ഞു, എന്താ നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ അവിടെ കയറിയതിന് ശേഷം ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അങ്ങനെ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? ആ ബെറ്റ് ഏറ്റെടുക്കുകയാണ്. നീ എന്ത് പറഞ്ഞാലും ചെയ്യാം, ഓക്കെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്ന് രാത്രി അവിടെ കയറാം. അപ്പം ബെറ്റ് ചെയ്തായിരുന്നു രാത്രിയിൽ മോർച്ചറിയിൽ കയറണം. കയറിയതിന് ശേഷം അവിടെ ഉള്ള ഒരു ഡെഡ് ബോഡിയിലെ വായിൽ ഒരു സിഗരറ്റ് വയ്ക്കും. ആ സിഗരറ്റ് നീ എടുത്തുകൊണ്ട് വരണം. സിഗരറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിഗരറ്റ് എടുത്തുകൊണ്ട് വരണം. ഇതായിരുന്നു കൊടുത്ത ചലഞ്ച്. അങ്ങനെ മറ്റേ ആളത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അർദ്ധരാത്രി ആയ സമയത്ത് ആരും കാണാതെ മോർച്ചറിയുടെ അകത്ത് കിടക്കുകയാണ്. അവിടെ സെക്യൂരിറ്റിയെ മാറ്റിയതാണെന്നും പറയുന്നുണ്ട്, അല്ലാണ്ട് സെക്യൂരിറ്റി അറിയാതെ കയറിയതെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ആരും അറിയാതെ മോർച്ചറിയുടെ അകത്ത് കയറുന്നു. മോർച്ചറിയുടെ അകത്ത് കയറി അവിടെ കുറച്ച് ഡെഡ് ബോഡികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഓരോ ഡെഡ് ബോഡിയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പം സിഗരറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് ഒരു ഡെഡ് ബോഡിയുടെ വായിൽ സിഗരറ്റ് കാണുന്നു. അപ്പോൾ ഇദ്ദേഹം എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് ആർക്കായാലും ഒരു പേടി കാണുമല്ലോ, സ്വാഭാവികമായിട്ടും. കാരണം രാത്രിയിലാണ്, അവിടെ പൊതുവെ അങ്ങനെ പരക്കം, അങ്ങനെ ഒരു ഇത് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, പ്രേതം ഉണ്ടെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ആർക്കായാലും പേടിയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഡെഡ് ബോഡി എടുത്തിരുന്നു. ഒരു ഡെഡ് ബോഡിയുടെ വായിൽ സിഗരറ്റ് കണ്ടു. അങ്ങനെ ഇദ്ദേഹം പതിയെ അടുത്തോട്ട് ചെന്നു. ആ സിഗരറ്റ് വലിച്ചെടുക്കാൻ വേണ്ടി പോയ ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ ഡെഡ് ബോഡി എന്ത് ചെയ്യുകയാണ്? ആ സിഗരറ്റ് വിഴുങ്ങുകയാണ്. അപ്പം ഇതാണ് നടന്ന സംഭവം. ഇതാണ് പോലീസ് തിരക്കിയപ്പം അറിഞ്ഞത് ഇതാണ്. എന്തോ സൂപ്പർ നാച്ചുറലായിട്ടുള്ള, അതായത് ഒരു പ്രേതം അവിടെ ഉണ്ട്, അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ FIR ഇട്ടതും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ ഡെത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന സംഭവം ഇതായിരുന്നു. FIR ഇട്ടത് അങ്ങനെയായിരുന്നു. അതായത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള എന്തോ ഒരു ഇത് കാരണമാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള രീതിയിൽ കൂടെയാണ് FIR ആ സമയത്ത് കണ്ട വന്നത്. അങ്ങനെയാണ്. അങ്ങനെ പക്ഷേ ഇത് അന്വേഷിക്കണമല്ലോ, ചാർജ് ഷീറ്റ് ഇടണമല്ലോ, കുറ്റപത്രം സമർപ്പിക്കണമല്ലോ. അതായത് ഇതൊരു അസ്വാഭാവിക മരണമാണെന്ന് വന്നു. അപ്പം ഇതൊരു കൊലയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ പ്രതി വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് കൂടുതൽ അന്വേഷിച്ച് വന്ന സമയത്താണ് ഒരു സംഭവം ഇവർ കണ്ടെത്തുന്നത്. അപ്പം ഇദ്ദേഹം അവിടെ ചെന്നിട്ട് സിഗരറ്റ് കുറ്റി വലിച്ചെടുക്കാൻ നോക്കിയില്ലേ, അത് വിഴുങ്ങിയത് യഥാർത്ഥത്തിൽ ഡെഡ് ബോഡിയല്ല, ജീവനുള്ള ബോഡി തന്നെയാണ്. അതാരാണെന്ന് വെച്ചാൽ ഈ ചലഞ്ച് കൊടുത്ത ആളുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ഒരു രാത്രി അവിടെ ചെന്നിട്ട് അത് പറയുന്ന അതായത് ആ ഡെഡ് ബോഡിയുടെ വായിൽ നിന്ന് സിഗരറ്റ് എടുക്കാമോ എന്ന് ചോദിച്ച അയാളാണ് ആ ഡെഡ് ബോഡിക്ക് പകരം അവിടെ കയറി കിടന്നത്. അത് മാറ്റിയിട്ട് അവിടെ കയറി കിടന്നു. പിന്നെ എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. കാരണം ഈ എത്രയൊക്കെ പേടിയില്ലെന്ന് പറഞ്ഞാലും ആ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് വലഞ്ഞ് നിൽക്കുകയായിരിക്കും. ആ സമയത്ത് ഡെഡ് ബോഡി സിഗരറ്റും കൂടെ വിഴുകുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹമാണ് അവിടെ കിടന്നിട്ട് സിഗരറ്റ് വായി വെച്ച് കിടന്നതും പെട്ടെന്ന് ഭാഗത്തോട്ട് വലിച്ചതും. ഓക്കെ, വായു അകത്തോട്ട് വലിക്കുമ്പോഴത്തേക്കും സ്വാഭാവികം മറ്റേക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് മറ്റേ ആൾ മരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ ചാർജ് ഷീറ്റ് ഇടുകയാണ്. അപ്പം പറഞ്ഞതാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുകയുണ്ടായി. അപ്പം ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ കൂടെ FIR ഇടുന്ന ഒരു കേസ് ഇതാണെന്ന് തോന്നുന്നു. 1977 നടന്ന സംഭവമാണ്. അപ്പം ഇതിനെ ആസ്പദമാക്കിയിട്ട് 80കളിലൊരു മോർച്ചറി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമൊക്കെ ഇറങ്ങിയുണ്ടായി.
അതിനകത്ത് ശങ്കറൊക്കെ ആയിരുന്നു. ശങ്കർ, മധു, നസീർ, ബാലങ്ക നായരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ച ഒരു പടം അന്ന് ഇറങ്ങിയായിരുന്നു, മോർച്ചറി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനൊരു സംഭവം ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ആളിലൊക്കെ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് ഓരോന്ന് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ ഇങ്ങനെയും ഓരോ വശം ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ചിലവരുടെയൊക്കെ പേടിച്ചതിന് ശേഷം മാനസിക നിലയൊക്കെ തെറ്റിപ്പോകും. നമ്മൾ ചിലപ്പം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്ന് ചെയ്യുന്നതായിരിക്കാം. ശ്രദ്ധിക്കുക. ബൈ.